സ്റ്റുഡൻസ് ICMP എറർ റിപ്പോർട്ടിംഗ് ക്വറി മെസ്സേജസ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഡെലിവറി, എത്ര ടൈപ്പ് ഓഫ് ഡെലിവറി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ മോഡ്യൂളിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഫോർവേഡ് ആൻഡ് റൂട്ടിംഗ് ആണ്. റൂട്ടിംഗ് അൽഗോരിതം ആണ് ഇത് കഴിഞ്ഞ അടുത്ത ടോപ്പിക്ക്. പക്ഷേ ഓൾറെഡി ഇത് ഞാൻ ഫസ്റ്റ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ റൂട്ടിംഗ് അൽഗോരിതം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക. ഓക്കെ, ഇനി എന്താണ് ഫോർവേഡിങ്, എന്താണ് റൂട്ടിംഗ് എന്ന് നോക്കാം. നെറ്റ്വർക്ക് ലെയറിലാണ് മെയിനായിട്ട് ഈ റൂട്ടിംഗ് ഫോർവേഡിംഗ് എന്നുള്ള രണ്ട് പ്രോസസ്സ് നടക്കുന്നത്. നെറ്റ്വർക്ക് ലെയറിൻ്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ സെൻഡർ ഹോസ്റ്റിൽ നിന്ന് റിസീവർ ഹോസ്റ്റിലേക്ക് ഡാറ്റ പാക്കറ്റ്സ് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി രണ്ട് സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൂട്ടിങ്ങും ഫോർവേഡിങ്ങും. ഫസ്റ്റ് വൺ റൂട്ടിംഗ്, സെക്കൻഡ് വൺ ഫോർവേഡിങ്. എന്താണ് റൂട്ടിംഗ് എന്ന് നോക്കാം. നെറ്റ്വർക്ക് ലെയർ ആണ് റൂട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡാറ്റ പാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. ഫിസിക്കൽ ലെയറിൽ ഉള്ള കോമ്പിനേഷനിൽ വരുന്ന LAN WAN എന്ന നെറ്റ്വർക്കിംഗ് ആ ഒരു നെറ്റ്വർക്കിനകത്താണ് നമ്മൾ റൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് റൂട്ടിംഗ് ചെയ്യണത്. റൂട്ടിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള, ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് റൂട്ട് വഴി നമ്മൾ റൂട്ട്സ് വഴി നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് റൂട്ടിംഗ് അൽഗോരിതംസ് ആണ്. റൂട്ടിംഗ് അൽഗോരിതംസ് വെച്ചിട്ട് നമ്മൾ റൂട്ടിംഗ് ടേബിളും അല്ലെങ്കിൽ ഫോർവേഡിംഗ് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, ടേബിൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഹൂസ് ദ സെൻറ്റർ, ഹൂസ് ദ ഡെസ്റ്റിനേഷൻ, പിന്നെ വാട്ട് ഈസ് ദ ഇൻ്റർഫേസ് നമ്പർ. നമ്മൾക്ക് എൻട്രൻസിന് നമ്പർ ഉണ്ടാവുമല്ലോ. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ എൻട്രൻസ് 1 വഴി പോവുക, എൻട്രൻസ് 2 വഴി പോവുക എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലെ അതിലും ഇൻ്റർഫേസ് നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ നെയ്ബർഹുഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ഏത് റൂട്ട് വഴിയാണ് പോയാലാണ് ഏറ്റവും എളുപ്പത്തിൽ എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന റൂട്ടിംഗ് സെക്ഷനാണ്. അടുത്ത ഫോർവേഡിംഗ് സെക്ഷൻ. ഫോർവേഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ദ പാക്കറ്റ് ഇൻ ഇറ്റ്സ് റൂട്ട് ടു ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഫോർവേഡിംഗ് എന്ന് പറയുന്നത് പാക്കറ്റ്സിനെ പ്ലേസ് ചെയ്യുക, റൂട്ടിലേക്ക് പ്ലേസ് ചെയ്യുക. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി റൂട്ടിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർവേഡിംഗ് പറയുന്നത്. ഫോർവേഡിങ്ങിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഫോർവേഡിംഗ് റിക്വയർസ് എ ഹോസ്റ്റ് ഓർ എ റൂട്ടർ ടു ഹാവ് എ ഫോർവേഡിംഗ് ഓർ എ റൂട്ടിംഗ് ടേബിൾ. ഒരു ഫോർവേഡിങ്ങിനകത്ത് എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടർ ആവശ്യമാണ്. ആ ഫോർവേഡിങ്ങിനകത്ത് അതുമാതിരി ഫോർവേഡിംഗ് ടേബിൾ അല്ലെങ്കിൽ റൂട്ടിംഗ് ടേബിൾ ആവശ്യമാണ്. റൂട്ടർ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റ് ഒരു പാക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്യണ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ റൂട്ടർ റിസീവ് ചെയ്തിട്ടുള്ള പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ, ഇതായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അതൊരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യും? ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് കണക്ട് ചെയ്യും. ദ റൂട്ടർ യൂസസ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇൻഫർമേഷൻ ദ പാക്കറ്റ് ഹെഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ അഡ്രസ് എടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു ഔട്ട്പുട്ട് ഇൻ്റർഫേസ് നമ്പറൊക്കെ കൊടുത്ത് ഫോർവേഡിംഗ് ടേബിളിൽ അല്ലെങ്കിൽ റൂട്ടിംഗ് ടേബിളിൽ കൊടുത്തിട്ട് അതിനെ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിനുള്ള ഡയഗ്രാം തന്നിരിക്കുന്നത്. അവിടെ ഒരു ഫോർവേഡിംഗ് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കറ്റ്സിനെ ഈ ഫോർവേഡിംഗ് ടേബിളിലേക്ക് ഫോർവേഡിംഗ് വാല്യൂ പാസ് ചെയ്യും. ഫോർവേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എ സിസ്റ്റം, ബി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞിട്ടുള്ളതിനാണ് ഫോർവേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അതുമാതിരി ഔട്ട്പുട്ട് ഇൻ്റർഫേസ്, അതിനകത്ത് കണക്ട് ചെയ്യുന്ന ഓരോ ഇൻ്റർഫേസും നമ്മൾ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലേ, അതാണ് 1 2 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ എന്ത് ചെയ്യും? റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും നെറ്റ്വർക്കിനകത്ത്. അത് നടുവിൽ ഇൻറ്റു പോലെ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് കണക്ട് ചെയ്തിരിക്കുന്ന റൂട്ടറാണ്. അതിൽ തന്നെ ഇൻ്റർഫേസ് നമ്പറും കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ട്. 1 2 3 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് ഫോർവേഡിംഗ് ടേബിളിൽ സ്റ്റോർ ചെയ്യും. എവിടേക്കാണ് പോകേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്തിട്ട്, ഇപ്പം നമുക്ക് ഡാറ്റ B to C ആണ് പോകേണ്ടത്. അപ്പോൾ Bയിൽ നിന്ന് Cയിലേക്ക് പ്രോപ്പറായിട്ട് ഈ ഫോർവേഡിംഗ് ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ട് പ്രോപ്പർ റൂട്ട് ഫൈൻഡ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഫോർവേഡിംഗ് ടെക്നിക്സ്? ഫോർവേഡിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിംഗ് റിക്വയർസ് എ ഹോസ്റ്റ് ഓർ റൂട്ടർ ടു ഹാവ് എ റൂട്ടിംഗ് ടേബിൾ വിച്ച് ലിസ്റ്റ് ദ റൂട്ട് ടു പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഡെസ്റ്റിനേഷൻ ആൻഡ് ഇൻ സം കേസസ് മെട്രിസസ് അസോസിയേറ്റഡ് വിത്ത് ദോസ് റൂട്ട്സ്. എന്താ പറയുക, റൂട്ടിങ്ങിന് നമുക്ക് ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടർ നമുക്ക് ആവശ്യമാണ്. അതിന് പ്രോപ്പറായിട്ട് റൂട്ടിംഗ് ടേബിൾ കൊടുക്കുന്നത് എന്തിനാ വെച്ചെങ്കിൽ അതിനകത്താണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. എൻഡ് ഡെസ്റ്റിനേഷൻ അല്ല പറയുന്നത്,
റൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ പല പല പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് ടു എടപ്പാൾ വരുമ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് സോഴ്സ് ആയിരിക്കും, എടപ്പാൾ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരുപാട് സ്റ്റേഷൻസ് വരും. കോട്ടക്കൽ, അതുമാതിരി തേഞ്ഞിപ്പാലം, നമ്മുടെ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓരോരോ ഡെസ്റ്റിനേഷൻസ് വരും. അതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ടിംഗ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? increase the however with the exponential increase the number of hosts, number of entries of routing. അതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ റൂട്ടിങ്ങിൻ്റെ ഇത് നമുക്ക് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് ആ വഴി എന്ന് പറയുന്നത് ഒറിജിനൽ സോഴ്സ് ടു ഒറിജിനൽ ഡെസ്റ്റിനേഷൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന റൂട്ട് ചില നെറ്റ്വർക്ക് പ്രോബ്ലംസ് കാരണമൊക്കെ ചിലപ്പോൾ നമുക്ക് റൂട്ട് മാറി പോകേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ റൂട്ട് വഴി പോരണം എന്നുള്ളത് നമുക്ക് ഡിസിഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ പ്രോബ്ലംസ് കാരണം, സെർവൽ ടെക്നിക്കൽ എറേഴ്സ് കാരണം നമുക്ക് മാറി യാത്ര ചെയ്യേണ്ടി വരും, മാറി പോകേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ സൈസ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. സെവറൽ ടെക്നിക് ക്യാൻ മേക്ക് ദ സൈസ് ഓഫ് ദ റൂട്ടിംഗ് ടേബിൾ മാനേജബിൾ. റൂട്ടിംഗ് ടേബിൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് പറയുന്നുണ്ട്. ഒരു 3 ടെക്നിക്സ് പറയുന്നു. ഒന്ന് പറയുന്നത് നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ് വേഴ്സസ് റൂട്ട് മെത്തേഡ്. സെക്കൻഡ് വൺ നെറ്റ്വർക്ക് സ്പെസിഫിക് മെത്തേഡ് വേഴ്സസ് ഹോസ്റ്റ് സ്പെസിഫിക് മെത്തേഡ്. തേർഡ് വൺ ഡീഫോൾട്ട് റൂട്ടിംഗ്. എന്താണ് ഇനി ഫസ്റ്റ് നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഹോപ്പ് റൂട്ടിംഗ് എന്ന് പറയുന്നത് നോക്കാം. റൂട്ടിംഗ് ടേബിൾ ഹോൾഡ്സ് ഓൺലി ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്നത് അടുത്ത റൂട്ടർ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് മാത്രമായിരിക്കും അതിലുണ്ടായിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ കംപ്ലീറ്റ് റൂട്ടിൻ്റെ ഇൻഫർമേഷന് പകരം തൊട്ടടുത്തുള്ള ആളുടെ അഡ്രസ്സ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഇൻക്ലൂഡിംഗ് ദ ഇൻ്റർനെറ്റ്, എ ഹോപ്പ് ഒക്കേഴ്സ് വെൻ എ പാക്കറ്റ് ഈസ് പാസ്ഡ് ഫ്രം വൺ നെറ്റ്വർക്ക് സെഗ്മെൻറ്റ് to next. The next hope is a routing term that refers to the next closest router a packet can go through. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് മീനിങ് തന്നെ എടുക്കുക. തൊട്ടടുത്തുള്ള റൂട്ടർ ആരാണോ അവരുടെ അഡ്രസ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അവരിലേക്ക് പാസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ നെക്സ്റ്റ് ഹോപ്പിൻ്റെ IP അഡ്രസ്സ്, പിന്നെ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓപ്റ്റിമൽ പാത്തിനെ കുറിച്ച് ഇൻഫർമേഷനെ കുറിച്ച് മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അതിനകത്ത് പിന്നെന്താ പറയണത്, അതുമാതിരി ഓരോ സിംഗിൾ റൂട്ടറും മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂട്ടിംഗ് ടേബിളിൽ നെക്സ്റ്റ് അഡ്രസ്സ് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. റൂട്ടിംഗ് പ്രോട്ടോകോൾസ് കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റ് A എന്നുള്ള നെറ്റ്വർക്ക് അത് R1 എന്നുള്ള റൂട്ടർ വഴി നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്തു. R2 എന്നുള്ള റൂട്ടർ വഴിയാണ് ഹോസ്റ്റ് B ഉള്ള നെറ്റ്വർക്കിലേക്ക് പോണത്. അതിൽ റൂട്ടിംഗ് ടേബിൾ നമ്മൾ നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല. നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് നോക്കിക്കോളുക. റൂട്ടിംഗ് ടേബിൾ ഫോർ ഹോസ്റ്റ് A എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റ് B ആണ്. അതിൽ നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള റൂട്ടർ, ഹോപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ടർ R1 എന്ന റൂട്ടറാണുള്ളത്. അപ്പോൾ ആ റൂട്ടിംഗ് ടേബിളിൽ എവിടെ നിന്നാണോ പോണത് ആരാണ് തൊട്ടടുത്തുള്ള റൂട്ടർ അവരുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അടുത്തത് റൂട്ടിംഗ് ടേബിൾ ഫോർ R1. റൂട്ടിംഗ് ടേബിൾ ഫോർ R1ൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ള പോയിന്റ് ഉണ്ടായിരിക്കും. ഒപ്പം അത് R1 കഴിഞ്ഞിട്ട് അടുത്തത് ആരാളുള്ളത്? R2 ആണുള്ളത് അല്ലേ. അപ്പോൾ R2ലേക്ക് പോകുന്നത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ R2ൻ്റെ റൂട്ടിംഗ് ടേബിൾ വരയ്ക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ ആരാണെന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഹോപ്പ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. നെക്സ്റ്റ് ഹോപ്പ് നമുക്കില്ല. നെക്സ്റ്റ് ഹോപ്പ് പറഞ്ഞാൽ നെക്സ്റ്റ് റൂട്ടർ അതില്ല. ഓക്കെ, അതില്ലാത്തതുകൊണ്ട് അവിടെ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൂട്ടിംഗ് ടേബിൾ ഫോർ
ഇനി റൂട്ടിംഗ് ടേബിൾ ബേസ്ഡ് ഓൺ നെക്സ്റ്റ് ഹോപ്പ്. അപ്പോൾ നെക്സ്റ്റ് ഹോപ്പിനെയാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നമ്മൾ പറയാൻ പോണത് നോർമൽ റൂട്ട് മെത്തേഡ്. നോർമൽ റൂട്ട് മെത്തേഡിൻ്റെ പറയുമ്പോൾ ഹോസ്റ്റ് എയുടെ പറയുമ്പോൾ ഹോസ്റ്റ് ബി, ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് ബിയും അത് ഏത് വഴിയാണ് പോണത്, R1 ഉണ്ട്, R2 വഴി ഹോസ്റ്റ് ബി, പിന്നെ ഹോസ്റ്റ് ബി എന്നുള്ളതും ഉണ്ടായിരിക്കും, ഹോസ്റ്റ് ബിയും ഉണ്ടായിരിക്കും. അതുമാതിരി R1 എന്നുള്ള റൂട്ടിംഗ് ടേബിൾ എടുക്കുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് ബി കാണിച്ചിട്ടുണ്ടാവും. R1 കഴിഞ്ഞ് നെക്സ്റ്റ് R2 പിന്നെ ഹോസ്റ്റ് ബി എന്ന് കാണിക്കും. അതുമാതിരി റൂട്ടിംഗ് ടേബിൾ ഫോർ R2 എന്ന് പറയുമ്പം R2 ഡെസ്റ്റിനേഷൻ ബിയും റൂട്ടിംഗ് ടേബിൾ എവിടേക്ക് റീച്ച് ആവും, റൂട്ട് എവിടേക്ക് റീച്ച് ആവും, ഹോസ്റ്റ് ബിയിലേക്കും റീച്ച് ആവും. ഇങ്ങനെയായിരിക്കും നോർമൽ റൂട്ടിംഗ് മെത്തേഡും നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡും തമ്മിൽ ഡിഫറൻസ്. നെക്സ്റ്റ് ഹോപ്പിലാകുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ആളുടെ ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നോർമൽ റൂട്ടിംഗ് മെത്തേഡിലാകുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ നെക്സ്റ്റ് പോകുമ്പോൾ എൻ്റയർ ഇൻഫർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി അടുത്തത് നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ്. നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ് പറയുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എൻട്രി ഓഫ് എവറി ഹോസ്റ്റ് കണക്റ്റഡ് ടു ദി സെയിം ഫിസിക്കൽ നെറ്റ്വർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എൻട്രി ഫോർ എവറി ഹോസ്റ്റ് കണക്റ്റഡ് ടു ദ സെയിം ഒരു ഫിസിക്കൽ നെറ്റ്വർക്കിലേക്ക് എല്ലാ ഹോസ്റ്റും കണക്ട് ചെയ്തതിന് പകരമായിട്ട് എന്താണ് നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ് മെത്തേഡ് യൂസ് ഓൺലി വൺ എൻട്രി ടു ദി ടു ഡിഫൈൻ ദി അഡ്രസ് ഓഫ് നെറ്റ്വർക്ക് ഇറ്റ് സെൽഫ്. ഓരോ ഹോസ്റ്റിനും ഓരോ പ്രാവശ്യം എൻട്രി കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ എൻട്രി വഴി ഫുൾ ഡീറ്റെയിൽസ് പാസ് ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് റൂട്ടിംഗ് ടേബിൾ ഫോർ ഹോസ്റ്റ് എസ് ബേസ്ഡ് ഓൺ ഹോസ്റ്റ് സ്പെസിഫിക് റൂട്ടിംഗ്. സ്പെസിഫിക് റൂട്ടിങ്ങിൽ എ എന്നുള്ളതിന് നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് R1 ആണ്. ബിക്ക് എ എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഹോപ്പ് R1 ആണ്. ബി എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴും R1 ആണ്. സി എന്നുള്ള ഡെസ്റ്റിനേഷൻ R1, ഡി എന്ന് പറഞ്ഞാൽ R1 ആണ്. ഓക്കെ, റൂട്ടിംഗ് ടേബിൾ ഫോർ ഹോസ്റ്റ് എസ് ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ്. ഇപ്പോൾ N2 എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനിലേക്കാണെങ്കിൽ R1 എന്ന ഹോപ്പ് വഴി പാസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. N2 എന്നുള്ളതിലേക്ക് പോകുമ്പോൾ R1 എന്ന ഹോപ്പ് വഴി പാസ് ചെയ്യുന്നു. ആ N2 എന്ന് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നതിൽ ഈ എയും ബിയും സിയും എല്ലാം കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം തന്നിരിക്കുന്നത് റൂട്ടിംഗ് ടേബിൾ ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ് വേഴ്സസ് ഹോസ്റ്റ് സ്പെസിഫിക് റൂട്ടിംഗ്. നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിങ്ങിൻ്റെയും ഹോസ്റ്റ് സ്പെസിഫിക് റൂട്ടിങ്ങിൻ്റെയും ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കിയത് ഹോസ്റ്റ് സ്പെസിഫിക് റൂട്ടിംഗ് ആണ്. ഹോസ്റ്റ് സ്പെസിഫിക് റൂട്ടിങ്ങിൽ ABCD എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെ പേരും അത് ഓരോന്നും ഏത് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നതെന്നും പറഞ്ഞിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നെറ്റ്വർക്ക് പറയുമ്പോൾ ഇതിനെല്ലാം കൂടെ കോമൺ ആയിട്ടൊരു നെയിമിൽ അവർ സ്പെസിഫൈ ചെയ്യുകയാണ്. ABCD എല്ലാം കൂടെ കണക്ട് ചെയ്ത നെറ്റ്വർക്കിനെ N2 എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. എസ് എന്നുള്ള സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നതിന് അവർ N എന്ന പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ N2 ഡെസ്റ്റിനേഷൻ N2 ആണ്. R1 ഹോപ്പ് വഴി പാസ് ചെയ്യും. അത്രയും പറഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ABCD എന്നുള്ളതിലേക്ക് റീച്ച് ആവും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഡയഗ്രാം അതിനാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ സെക്കൻഡ് വൺ ഡീഫോൾട്ട് മെത്തേഡ്. 4 മെത്തേഡ് ഉണ്ട് പറഞ്ഞു. അതിൽ മൂന്നാമത്തെ മെത്തേഡ് ഡീഫോൾട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡീഫോൾട്ട് മെത്തേഡ് റൂട്ട് ഈസ് എ റൂട്ട് ദാറ്റ് ഡിഫൈൻസ് ദ പാക്കറ്റ് ഫോർവേഡിംഗ് റൂൾ to use when no specific route can be determined for a given destination. സ്പെസിഫിക് ആയിട്ടൊരു റൂട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫോർവേഡിംഗ് റൂളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഡീഫോൾട്ട് റൂട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ട് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്ന ഇതാണ് പറയുന്നത്. ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, സോഴ്സ് ടു ഡെസ്റ്റിനേഷനിലേക്ക് ഇന്ന വഴി എന്ന് പ്രോപ്പറായിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വഴി പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡീഫോൾട്ടായിട്ടൊരു റൂട്ട് സെറ്റ് ചെയ്തിട്ട് ആ റൂട്ട് വഴി പാക്കറ്റ് സെൻഡ് ചെയ്യുക. അതാണ് ഡീഫോൾട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓൾ പാക്കറ്റ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ നോട്ട് എസ്റ്റാബ്ലിഷ് ഇൻ ദ റൂട്ടിംഗ് ടേബിൾ ആർ സെൻഡ് വയ ദ ഡീഫോൾട്ട് റൂട്ട്. എല്ലാ പാക്കറ്റ്സ് എന്ത് ചെയ്യും? ഈ ഡീഫോൾട്ട് റൂട്ട് വഴിയാണ് പാസ് ചെയ്യുക. ദ ഡീഫോൾട്ട് റൂട്ട് ജനറലി പോയിൻറ്റ്സ് ടു ദ അതർ, ജനറലി ഒന്നിന്
ഒന്നിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. റൂട്ടിംഗ് ടേബിൾ ഫോർ ഹോസ്റ്റ് എ, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് N2 ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഹോപ്പ് R1 ആണ്. അങ്ങനെ ഒരുപാടെണ്ണം എക്സെട്ര എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് R2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹോസ്റ്റ് എ N1-ലുള്ളതാണ് ഹോസ്റ്റ് എ എന്നുള്ളത്. R1 വഴി N2-ലേക്ക് എത്താം. ഡീഫോൾട്ടായിട്ട് നമുക്ക് R2 എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നെറ്റ്വർക്ക് വഴി നമുക്ക് പാസ് ചെയ്യുകയും ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലാച്ചെങ്കിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് റൂട്ട് സെറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ഡീഫോൾട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർവേഡിംഗ് പ്രോസസ്സ്. എന്താണ് ഫോർവേഡിംഗ് പ്രോസസ്സ് നോക്കാം. അത് നാലാമത്തെ അതാണ് ഫോർവേഡിംഗ് പ്രോസസ്സ്. ഇൻ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് ദ റൂട്ടിംഗ് ടേബിൾ നീഡ് ടു ഹാവ് വൺ റോ ഓഫ് ഇൻഫർമേഷൻ ഫോർ ഈച്ച് ബ്ലോക്ക് ഇൻവോൾവ്. ദിസ് ടേബിൾ നീഡ്സ് ടു ബി സെർച്ച്ഡ് ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക് അഡ്രസ്. അതായത് ക്ലാസ്ലെസ് അഡ്രസ്സിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റൂട്ടിംഗ് ടേബിൾ ആവശ്യമാണ്. ഒരു റോ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഒരു റൂട്ടിംഗ് ടേബിൾ ആവശ്യമാണ്. അങ്ങനെ ഓരോ ബ്ലോക്കിനും അങ്ങ് അത് ഇൻവോൾവ് ആയിരിക്കും. ആ ടേബിൾ നീഡ്സ് എന്താ പറയുക, നെറ്റ്വർക്ക് അഡ്രസ്സ് സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു ടേബിളിന് എന്തിനാ നെറ്റ്വർക്ക് അഡ്രസ്സ് സെർച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇൻ ദ പാക്കറ്റ് ഗീവ്സ് നോ ക്ലൂ എബൌട്ട് ദ നെറ്റ്വർക്ക്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൽ ഡെസ്റ്റിനേഷന് നെറ്റ്വർക്ക് അഡ്രസ്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആകുമ്പോൾ ആകെ കോംപ്ലിക്കേഷനാണ്. അതിൽ വരുന്ന അത് ഓവർകം ചെയ്യാനായിട്ട്, അത് സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫോർവേഡിംഗ് പ്രോസസ്സ് ഉപയോഗിക്കണം. ഒന്നും കൂടെ പറയാം, ക്ലാസ്ലെസ് അഡ്രസ്സിൽ റൂട്ടിംഗ് ടേബിൾ ഓരോ റോനും റൂട്ടിംഗ് ടേബിൾ ആവശ്യമാണ്. പക്ഷേ റൂട്ടിംഗ് ടേബിൾ ആവശ്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഒരാൾക്ക് എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലും ഒരു പാക്കറ്റിലുണ്ടാകുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ ഓരോ പാക്കറ്റിലും. അതിലൊന്നും നെറ്റ്വർക്ക് അഡ്രസ്സിനെ കുറിച്ച് ക്ലൂ ഉണ്ടായിരിക്കില്ല. ഏതുവഴി വന്നു, എങ്ങനെ റൂട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലൂ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ഇൻക്ലൂഡ് ടു മാസ്ക് ടു ഫൈൻഡ് ദ നെറ്റ്വർക്ക് ആൻഡ് സബ് നെറ്റ്വർക്ക് അഡ്രസ് ഓഫ് ദി ഡെസ്റ്റിനേഷൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ്, സബ്നെറ്റ് അഡ്രസ്സ് ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ വേണം. അതാണ് ഫോർവേഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രമാണ് ഫോർവേഡിംഗ് മോഡ്യൂളിൻ്റെ ക്ലാസ്ലെസ് അഡ്രസ്സിൽ എങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതിലുള്ള ഡയഗ്രാം തന്നിരിക്കുന്നത്. പാക്കറ്റ് എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് പാക്കറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അത് ഏത് ക്ലാസ്സാണെന്ന് ഫൈൻഡ് ചെയ്യും. ABCDE ആണെങ്കിൽ, ഡിയും ഇയും ആണെങ്കിൽ അത് എറേഴ്സായിട്ട് മാറും. ഒന്ന് മൾട്ടികാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ്, ഒന്ന് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിയും ഇയും. എയും ബിയും സിയും ആണെങ്കിൽ അതൊന്ന് ആദ്യം ആ ക്ലാസ് ഫൈൻഡ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് നെറ്റ്വർക്ക് അഡ്രസ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് സെർച്ച് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ARP കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ, അതൊന്ന് എടുത്തിട്ട് അവിടെ നിന്നാണ് പിന്നെ ഓരോ ക്ലാസ് എയിലേക്കാണെങ്കിൽ A ക്ലാസ്, ബിയിലേക്കാണെങ്കിൽ B ക്ലാസ്, സിയിലേക്കാണെങ്കിൽ C എന്ന് പറഞ്ഞിട്ട് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നെറ്റ്വർക്ക് അഡ്രസ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനകത്ത് നെറ്റ്വർക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ സപ്പോസ് ഇല്ലാത്തൊരു കേസ് വരികയാണെങ്കിൽ ഈ ഫോർവേഡിംഗ് മോഡ്യൂൾ എന്ന പ്രോസസ്സിൽ ആദ്യം ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതിന്ന് ക്ലാസ്സസിനെ സ്പ്ലിറ്റ് ചെയ്തൊരു ഡിയും ഇയും ആണെങ്കിൽ ഡി മൾട്ടികാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അത് ഇവിടെ ആവശ്യം വരില്ല. അതുമാതിരി ഇ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫർദർ യൂസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ അത് രണ്ടുമാണെങ്കിൽ നമുക്ക് എറർ എന്നുള്ള സെക്ഷനിലേക്ക് മാറ്റാം. ഇല്ലാച്ചെങ്കിൽ ABC എന്നുള്ളതാണെങ്കിൽ അതിന്ന് നെറ്റ്വർക്ക് അഡ്രസ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഏത് നെറ്റ്വർക്കിലാണ്, IP അഡ്രസ്സ് എന്താണ്, ഏത് വഴിയാണ് പോകുന്നത്, ഏത് വഴിയാണ് റൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയും. അത് നമുക്ക് നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ വെച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹോപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിന് സെർച്ച് ടേബിളിൽ ARP എന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൽ സേവ് ചെയ്ത് ARPയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് Cയുടെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഫോർവേഡിംഗ് പ്രോസസ്സിങ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ 3rd യൂണിറ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.